ഈശോ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ച ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പം മുതലാണെങ്കിലും വീട്ടിൽ അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. എല്ലാവരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് പള്ളിയിൽ വിടണം എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. എല്ലാം ഹാപ്പി ആയിട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് വെച്ചത്. പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ ഈശോ ആരാണെന്നോ അല്ലെങ്കിൽ ഈശോ എൻ്റെ ഒരു കൂട്ടുകാരനാണെന്നോ അത്തരം ഒരു ചിന്താഗതിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാവരെയും പോലെ എന്നും പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ഈശോയുടെ അടുത്തിരിക്കുമ്പോഴേക്കും ബേസിക്കലി കുറച്ച് ആഗ്രഹങ്ങളുടെ ഒരു സഫലീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഞാൻ എപ്പോഴും പള്ളിയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്തു. എൻ്റെ കോളേജിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ പണ്ടത്തെ പോലെ തന്നെ അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്ന പോലെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു വെച്ചു. പക്ഷെ എൻ്റെ കൂട്ടുകാരൊക്കെ കുറച്ചും കൂടെ ജീസസ് യൂത്തിലും അങ്ങനത്തെയുള്ള കാര്യത്തിലൊക്കെ ആയിരുന്നു. അവരെന്നെ ജീസസ് യൂത്തിലേക്കൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ഫോക്കസ്ഡ് ആയിരുന്നു ഞാൻ. അതുകൊണ്ട് പഠിക്കണം, അല്ലെങ്കിൽ ആ സമയം നമ്മൾ വേറെ പരിപാടികൾക്ക് എന്തിനാ പോകണേ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഞാൻ എപ്പോഴും നല്ല കമ്പനി ആയിട്ട് തന്നെ ഇരുന്നേച്ചു. പഠനമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ 2015 ഞാൻ TCSലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇൻഫോ പാർക്കിലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടെ TCSൽ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു ജീസസ് യൂത്തിലേക്ക് എന്നെ കർത്താവ് വിളിക്കുന്നത്. പലരെയും ചിലപ്പോൾ ധ്യാന കേന്ദ്രത്തിലൂടെയും അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലത്തിലൂടെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷേ എന്നെ ജീസസ് യൂത്തിലേക്ക് വിളിച്ചത് ഒരു ലിഫ്റ്റിൽ നിന്നാണ് എന്നെ ജീസസ് യൂത്തിലേക്ക് വിളിക്കുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ പേര് നിർമ്മല എന്നാണ്. ചേച്ചി എൻ്റെ മെൻറ്റർ കൂടെ ആയിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഓടിപ്പാഞ്ഞ് എങ്ങോട്ടോ ലിഫ്റ്റിൽ കയറി പോകുന്നത് കണ്ടു. അപ്പോൾ ആളെൻ്റെ മെൻറ്റർ കൂടെ ആയതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടു കൂടെ തന്നെ ആളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ ആൾ ലിഫ്റ്റിൽ വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ആളോട് ചോദിക്കണം, ചേച്ചി എങ്ങോട്ടാണ് പോണേ? അപ്പോൾ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, ഞാനൊരു പ്രെയർ മീറ്റിങ്ങിന് പോവുകയാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആളൊരു മെൻറ്റർ ആയതുകൊണ്ട് പിന്നെ ഞാൻ ചേച്ചിയുടെ കൂട്ടത്തിലായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജീസസ് യൂത്തിലേക്ക് ഒരു കാലെടുത്ത് വെക്കുന്നത്. അന്ന് ആ ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ ഞാൻ ഓട്ടോ കയറി നേരെ പോകുന്നത് ഇൻഫോ പാർക്കിൻ്റെ കാക്കനാടുള്ള ഒരു പ്രെയർ മീറ്റിങ്ങിലേക്കാണ് ഞാൻ നേരെ പോകുന്നത്. അപ്പോൾ അന്ന് മുതൽ പിന്നെ എനിക്കൊരു തിരിഞ്ഞു നോട്ടം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും ജീസസ് യൂത്തിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു. ജീസസ് യൂത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പല പല മിനിസ്ട്രീസ് ഉണ്ട്. നമ്മുടെ കഴിവുകളെയൊക്കെ ബേസ് ചെയ്തിട്ട് ജീസസ് യൂത്തിൽ പല പല മിനിസ്ട്രീസുകളുണ്ട്. എനിക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ടെന്ന് ചെറുതിലെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഞാൻ കോളേജിലോ സ്കൂളിലോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് പാട്ടുകൾ പാടുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജീസസ് യൂത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അന്ന് മ്യൂസിക് മിനിസ്ട്രി സെലക്ട് ചെയ്യാം എന്നൊരു ചിന്തയിലേക്ക് എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഇൻഫോ പാർക്കിൻ്റെ ഒരു മ്യൂസിക് മിനിസ്ട്രിയിലേക്ക് ഞാൻ കയറുന്നത്. ഞാൻ ചെല്ലുമ്പോഴേക്കും മ്യൂസിക് മിനിസ്ട്രിയിൽ ഒറ്റ മനുഷ്യരില്ല, ആകെ ഞങ്ങൾ 2-3 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു ആലീസ് എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടെന്ന്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ ചെറിയൊരു ചാപ്പൽ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ചേച്ചിയുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ഇനിയും കുറേ ആൾക്കാരെ കിട്ടണേ, കുറേ പാട്ടുകാർ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വരണേ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഒരു 6 മാസത്തിന് ശേഷം ആ 3 പേരായിരുന്നു ഞങ്ങൾ. ആ മുറി തിങ്ങി നിറഞ്ഞ അതിനകത്തുനിന്ന് നമുക്ക് ഒരാൾക്കൊണ്ട് ഇനി കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു 10-20 പേരുള്ള ഒരു വലിയൊരു മ്യൂസിക് മിനിസ്ട്രി ആയിട്ട് ഞങ്ങളുടെ ഇത് മാറി. അതിനകത്ത് വയലിനും ഗിറ്റാറും കീബോർഡും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ഞങ്ങൾക്ക് തന്നെ ഒരു നമുക്ക് തന്നെ ദൈവം ഇങ്ങനെ കാണിച്ചു തരുന്നവരോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിനൊരു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ ഈശോയുടെ ഒരു ഉറപ്പായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്ന സമയത്തായിരുന്നു ഞങ്ങൾക്കൊരു 2020 എന്ന് പറഞ്ഞൊരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഓക്കെ നമുക്ക് ആസ് എ മ്യൂസിക് മിനിസ്റ്റേഴ്സ് നമുക്ക് നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടെയായിരുന്നു അത്. അപ്പോൾ ഞാൻ കരുതി, പക്ഷേ എനിക്ക് ഇതിൽ നമ്മുടെ മ്യൂസിക് മിനിസ്ട്രിയുടെ കാര്യമായിട്ട് പാട്ട് പാടണം എന്നുണ്ട്. അതേസമയം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ അപ്പ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു കോളേജിൻ്റെ സമയത്ത് തന്നെ അപ്പ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു അനിയനാണുള്ളത്. അപ്പോൾ അനിയനും അമ്മയും നോക്കുന്നതോടൊപ്പം തന്നെ ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. കാരണം അതിനുശേഷം എനിക്കൊരു കല്യാണത്തിനൊക്കെ കിടക്കണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓൾറെഡി സ്ഥലമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. 2019 ഒക്കെ ആകുമ്പോൾ സമയത്ത് നമ്മൾ വീട് പണിയാൻ തുടങ്ങുന്നു. ഫിനാൻഷ്യലി ഞങ്ങൾ അധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് പെട്ടെന്നാണ് എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു ഓഫർ വരുന്നത്. എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് നമുക്കൊരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പം ഞാൻ ഓക്കെ റെഡി പറഞ്ഞു. പക്ഷേ എന്നോട് മാനേജർ പറഞ്ഞൊരു ക്രൈറ്റീരിയ ഇതാണ്, വിസ വന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം.
അപ്പോൾ ഞാൻ ഇപ്പോൾ വിസ വന്നാൽ പോകണം, പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം എങ്ങനെയും അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം അത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ച ഒരു ടീമായിരുന്നു, 10-25 പേരുള്ള ടീം. അപ്പോൾ അവരുടെ കൂട്ടത്തിലായിരുന്നുകൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്നതിൽ അപ്പുറത്തേക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ കിട്ടാനുള്ളത് എനിക്കൊരു നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം ഇങ്ങനെ കണ്ടീഷണലായിട്ട് പ്രാർത്ഥിക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആരോ പണ്ട് ഏതോ ഒരു ചേച്ചിയാണ് എന്നോട് പറഞ്ഞിങ്ങനെ, നമ്മൾ എന്തൊരു കണ്ടീഷൻ ചോദിച്ചാലും അതുപോലും നിവർത്തിക്കുന്ന രീതിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുമെന്നുള്ളത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമാണ് എൻ്റെ ഈ ഒരു പരിപാടി എനിക്ക് കൂടണം, അത് കഴിഞ്ഞിട്ടായിരിക്കണം എനിക്ക് വിസ വരേണ്ടതെന്നുള്ളത്. അതിനു മുമ്പ് പലതവണ വിസ റിജക്ഷനും വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ആൾക്കാരോട് പറയുമായിരുന്നു, നിങ്ങൾ എന്തായാലും വിസ കിട്ടാൻ തന്നെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് നിലവിലത്തെ കണ്ടീഷനിൽ വെച്ചിട്ട് എൻ്റെ വീട് പണി മുന്നോട്ട് പോവില്ല. എല്ലാവരും കാര്യമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഇൻ്റർസെഷൻ ടീം, ഞങ്ങളുടെ മ്യൂസിക് മിനിസ്ട്രിയിലെ എല്ലാ പിള്ളേരും. ആ പരിപാടി ഒരു സൺഡേ ആണ് തീരുന്നത്. മനോഹരമായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ തീർന്നു. പിറ്റേ ദിവസം മൺഡേ മോർണിംഗ്, ഏർലി മോർണിംഗ് എനിക്ക് മെസ്സേജ് വരുവാണ്, നിങ്ങളുടെ വിസ അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പോലും അറിയാണ്ട് എൻ്റെ കാര്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈശോ ക്രമീകരിച്ചതെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ ഒപ്പം ആക്ച്വലി 3 പേർക്കും കൂടെ വിസ വരുന്നുണ്ടായിരുന്നു, എൻ്റെ ആദ്യത്തെ പിന്നെ 2 പേരും കൂടെ. അപ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു, നിങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു പോകേണ്ടത്, പക്ഷെ ബെൻ ആദ്യം പൊക്കോ, ഒരാഴ്ചയ്ക്ക് മുമ്പ് പോകണം, ബാക്കി 2 പേരും അതിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഓടി കാര്യങ്ങളൊക്കെ ശരിയാക്കി. അങ്ങനെ എന്നോട് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു, ഞങ്ങൾ ബുക്ക് ചെയ്തു. ഞാൻ അവിടെ എത്തി ഒരാഴ്ചക്കുള്ളിലാണ് നമ്മുടെ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ, നമ്മുടെ വേൾഡിൽ തന്നെ അങ്ങനെ ഒരു ലോക്ക്ഡൗൺ ഉണ്ടാകുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ആർക്കും വരാൻ പറ്റുന്നില്ല, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ മാത്രമാണ്, ഈവൻ ഞാൻ അവിടെ ചെന്നിട്ടാണെങ്കിൽ അവിടുത്തെ ഓഫീസിൽ ഞാൻ പോകുന്നില്ല, ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 2 ആഴ്ച മാറിയിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. നമ്മൾ അവിടെ ആയിരുന്നത് കൊണ്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നതും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതും.